ആ റോട്ടിലൂടെ പോകണ മുതൽ എന്താണെന്ന് മനസ്സിലായ ഹമ്മർ എച്ചത്രീട്ടാ സൗണ്ട് കാരണം നിങ്ങൾ പറയണത് കേൾക്കാൻ പറ്റണമെന്ന് അറിയില്ല. നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്, പിന്നെ അതോടൊപ്പം നമ്മുടെ അൽഫാം ചിക്കൻ വന്നിട്ടുണ്ട്, പിന്നെ ഹലോ ഗായ്സ്, ടെക് വേവ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് പുറമേക്കൊന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ S23 അൾട്രയിലേക്ക് സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം, അതുപോലെ ക്യാമറമുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റാക്ക വരെ പോവാണ്. അപ്പോൾ ക്യാമ്പിൻ്റെ ബാക്ക് സൈഡായിട്ട് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു ഗട്ടർ 2-3 ദിവസം മുന്നേ വന്നല്ലോ. അപ്പോൾ ആ ഒരു ഗട്ടർ വന്നതിന് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോഡ് ഉണ്ടല്ലോ അത് മൊത്തമായിട്ട് അങ്ങോട്ട് വെട്ടിപ്പൊളിച്ച് റീടാറിങ് ചെയ്താട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റോഡിൻ്റെ പുതിയതായിട്ട് ചെയ്ത റോഡിൻ്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയൊരു പോക്കറ്റ് റോഡ്. പക്ഷേ ഇവിടെ ഹൈവേ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഇരട്ടി അല്ലെങ്കിൽ ത്രിബിൾ ഇരട്ടി വലുപ്പമാണ് ഇവിടെ വരിക. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് കുറേ മണ്ണും കല്ലൊക്കെ ഇട്ടിട്ടാണ് ഇവർ മുകളിൽ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ നാടിനേക്കാളും എത്രയോ നല്ല രീതിയാണ് ഇവിടെ ടാറിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ നോക്ക്. പിന്നെ അതാ നമ്മളെ നേരത്തെ കണ്ട പോലെ നമ്മുടെ ഗ്രൗണ്ട്, പിന്നെ അത് അപ്പുറത്ത് വീടുകൾ കാര്യങ്ങൾ, പിന്നെ തൊട്ടപ്പുറത്ത് സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റാണ് അവിടെ ഒരു 3 ലൈറ്റ് കാണില്ലേ മോളിക്കുന്നത് അത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഫോണിൻ്റെ ഒട്ടിക്കണത് റാക്കയിലേക്ക് പോകണം, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ എന്നത്തും പോലെ തന്നെ നമ്മുടെ ഒപ്പം ഉള്ളത് ഇതാ അനീഷേട്ടൻ, പിന്നെ ഇതാ നമ്മുടെ രാഹുൽ. പറഞ്ഞ് ലാസ്റ്റ് അനീഷേട്ടൻ ചിലവ് തരാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് ചിലവ് തരാമെന്നാണ്. ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് ചിലവ് തരാമെന്ന് പറഞ്ഞാൽ അല്ല സൂചിക്ക് അല്ല അനീഷേട്ടാ അല്ലേ? മന്തി അല്ലേ ഡെയിലി? മന്തി മാന്താണോ? മാന്തല്ല മന്തി. മലയാളം ഇത്തിരി വീക്കാ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യം കേട്ടോ, ഇവിടെ കാറുകളിൽ എപ്പോഴും, അതായത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, ഈ സുസുക്കിയുടെ ഒക്കെ വണ്ടി കാണുന്ന പോലെയാണ് ഇവിടെ ഡോഡ്ജ് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു വണ്ടിയാണ്. ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തോന്നുന്നു ഡോഡ്ജ് ഇവിടെ എല്ലായിടത്തും കാണട്ടെ. അവിടെ കാണിച്ചു തരാം കണ്ടാ. ഇത്തിരി പഴയ മോഡലാണോ അത് ഡോഡ്ജ് തന്നെ അല്ലേ? നോക്കട്ടെ കേട്ടാ, തെറ്റിപ്പോയോന്ന് അറിയില്ല, നോക്കി നോക്കട്ടെ. യെസ്, ഡോഡ്ജ് തന്നെ. അപ്പോൾ അത് ഡോഡ്ജ് ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ റാക്ക സെൻ്ററാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. റോഡൊക്കെ സൂക്ഷിച്ച് കിടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ 8-ന്റെ പണി കിട്ടും. പിന്നെ സിഗ്നലൊക്കെ നോക്കി കിടക്കുക, പത്രത്തിലുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഗ്ലാസ് ഒട്ടിക്കാൻ പോകണം, അതുപോലെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അതിനെ അവിടെ വെച്ച് കാണാം. നമ്മൾ നടന്ന് ഇതാ നമ്മുടെ ഇവിടെ ഒരു ബംഗാളി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ റാക്കയിൽ തന്നെ ബംഗാളി മാർക്കറ്റ് ഉണ്ട്. ഒരുവിധ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഭൂരിഭാഗം പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് ബാർബർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ വന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. S23 അൾട്രയിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. പിന്നെ അതുപോലെ ക്യാമറയുമുള്ള ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കണം. മുംബൈ ബാർബർ ഷോപ്പ്, അങ്ങനെ എല്ലാവിധ നാട്ടിലുള്ള നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനത്തെയും എല്ലാവിധ ബാർബർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഏത് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാം. പക്ഷെ ഇവിടെ കേരളത്തിലത്തെ ആ ഒരു ബാർബർ ഷോപ്പ് സ്റ്റൈല് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ പറയണം ഇവരോട് എങ്ങനെയാണ് വെട്ടേണ്ട കാര്യങ്ങളെന്നൊക്കെ, എന്നാൽ മാത്രമാണ് അവർ ആ രീതിയിൽ വെട്ടിയുള്ളൂ. ഫൈനലി നമ്മളൊരു കടലുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ചോദിച്ചു നോക്കാം ഇവിടെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ. അവിടെ വരെ പോയപ്പോൾ ഇനി അവിടെ കിട്ടില്ല മനസ്സിലായി. ഇനിയിപ്പോൾ ചെറുകളിലേക്ക് പോകണം. അപ്പം ഇനി ചെറുകളിലേക്ക് പോകണം മുന്നായിട്ട് ഇങ്ങേരെ കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ ഭക്ഷണം കഴിക്കണ ആ സ്ഥലത്തേക്കാണ് പോകണേ. നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുള്ള വാദി ഷവായ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകണേ. വാദി ഷവായ അവിടെ പോയിട്ട് മന്തി കഴിക്കാന്നാണ് പ്ലാൻ. നടന്നത് അവിടെ ബുഗാരി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കാണ് കേട്ടോ. ഇവിടെ ബുഗാരി റെസ്റ്റോറൻറ്റ് നമ്മുടെ റാക്കയിലുള്ള നമ്മുടെ ബംഗാളി മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരിക. അപ്പോൾ ഈ കാണുന്ന ലൊക്കേഷനിലാണ് കേട്ടോ ഇത് വരണേ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ബുഗാരീസ് വരണേ. പിന്നെ എന്തായാലും ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം. നമ്മൾ ഏറ്റവും പിന്നെ വാദി ഷവായിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. എന്തായാലും അവിടെ പോകണില്ല, കൂടേക്ക് പ്ലാൻ മാറ്റി. പിന്നെ ഇവിടെ നല്ല ചോദിച്ചു നോക്കാം. നമ്മുടെ അനീഷേട്ടന് രാവിലെ പോയിട്ടുണ്ട്, ചോദിച്ചു നോക്കട്ടെ. ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് എടുക്കാം. പക്ഷേ എന്താണ് വേറെ ആൾ ഫുഡ് കഴിക്കണതോ അല്ല എന്താണെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണതോ ഇവിടെ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് നമ്മൾ പറഞ്ഞപ്പോൾ അത് നമ്മൾ ചെയ്യുക. റെസ്റ്റോറൻറ്റിൽ ഒരു ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോ എടുക്കണില്ല. എന്തായാലും റെസ്റ്റോറൻറ്റ് ഉള്ളിലത്തെ കാഴ്ചകൾ കാണിക്കുന്നില്ല, ഫുഡ് പറഞ്ഞതൊക്കെ കാണിക്കാം. ഫുഡൊക്കെ ഒരാൾ മുന്നേറ്റത് ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഷീറ്റ് നമ്മുടെ ടേബിളുമ്പോൾ വിരിക്കും. ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പ്ലേറ്റ് പറഞ്ഞാൽ പ്ലേറ്റ് കൊണ്ടുവരും കേട്ടോ. നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്, പിന്നെ അതോടൊപ്പം നമ്മുടെ അൽഫാം ചിക്കൻ വന്നിട്ടുണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വന്ന റേറ്റ് എന്ന് വെച്ചാൽ 42 റിയാലാണ് കേട്ടോ.
3 പേർക്ക് കൂടിയിട്ടാണ്. 3 പേർക്ക് ഇതിൽ ഓവർ ആവോ എന്നൊരു ഡൗട്ട്. ഇനി എന്തായാലും കഴിച്ചോട്ടെ, ഇങ്ങനെ നോക്കട്ടെ, ഏറ്റവും തട്ടട്ടെ. ആദ്യം ഈ റൈസ് മാത്രം ഒന്ന് കൂട്ടി കഴിച്ചോട്ടെ. വേറെ വരട്ടെ. മയോണൈസ് ഇതുവരെ കിട്ടിയില്ല കേട്ടോ, മയോണൈസ് കിട്ടില്ല. റൈസ് അടിപൊളിയുണ്ട്. ഇനി ലേശം നമ്മുടെ ഇതെന്ന് തക്കാളി ചട്നിയാണെന്ന് തോന്നുന്നു, നോക്കിയോട്ടെ. ചിക്കൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ചിക്കൻ ഭയങ്കര ചൂടാട്ടാ, ഒരു പീസ് പോലും കിട്ടുന്നില്ല. എൻ്റെ പൊന്നു ഉള്ളിയിട്ട് ഈ ഒരു പീസാണ് കിട്ടിയത്. ഈ ഒരു പീസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പം അടിപൊളിയാണ് കേട്ടോ, സെറ്റ് സാധനമാണ്. പക്ഷേ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മയോണൈസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഫുഡ് തീരാണ്ടായി. ഒരു പെപ്സി പറഞ്ഞു കേട്ടോ. ഫുഡ് എങ്ങനെയായിരുന്നു രാവിലെ? നല്ല ഫുഡാ അനുഷേട്ടാ? നല്ല ഫുഡാ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ ആകെ ഒരു സ്തംഭനാവസ്ഥയിലാണ്. തൊണ്ടയെന്ന് പറഞ്ഞു എന്താ പറയുക, തൊണ്ടത്ത് അറക്കം കൂടി ഇല്ല. ആറുകടായി ഒരു പെപ്സി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ചെറിയ വരെ പോകണം, ചെറിയ വരെ പോകണമെന്നുള്ള കാര്യമാണ് ആലോചിച്ചിരിക്കണം. കുറച്ച് ഇരുന്നിട്ട് പോയാൽ പോയതൊക്കെയാണ് ആലോചിച്ചിരിക്കണേ. നോക്കട്ടെ. അങ്ങനെ നമ്മുടെ മൊത്തം ചിക്കൻ അൽഫാം ഒറ്റയ്ക്ക് കഴിച്ചിട്ട് അവിടെ രാഹുൽ നിൽക്കുന്നുണ്ടാ കേട്ടാ. എല്ലാം കൂടി ഫിനിഷ് ചെയ്ത് ഒറ്റ ഇരിപ്പിനായിട്ട് തീർത്ത്. ഇപ്പുറത്ത് നോക്ക്, ഇപ്പുറത്ത് അരീഷേട്ടൻ തീർത്തു. എൻ്റെ ഭാഗം കേട്ടോ ഗൈസ്, ഒരു എല്ല് പോലില്ല. അല്ല അരീഷേട്ടൻ എല്ലില്ലല്ലോ ഗൈസ്. അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ചെറിയറിലേക്ക് പോകണം. ചെറിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, വയറൊക്കെ ഫുള്ളാണ്, നടക്കാൻ പറ്റുന്നില്ല. നമ്മള് കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ഒരു മന്തി കാര്യങ്ങളൊക്കെ വയറ് ഫുള്ളായിട്ട് കഴിക്കുന്നത്. നമ്മുടെ മെസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് വളരെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാറുള്ളൂ. ഫുഡ് ഇത്തിരി ശോകമായിട്ടാണ് മെസ്സിലത്തെ ഫുഡ്. ആ സമയം ഇവിടെ മെസ്സിലത്തെ ഫുഡാണെന്നുണ്ടെങ്കിൽ വയറ് നിറച്ച് കഴിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ഈ മന്തി കഴിച്ച കാരണം ഇനി ചെറിയൊരു വരെ പോകണം. ചെറിയർക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്, കറക്റ്റ് 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ 2 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്, ടാക്സി വിളിക്കണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞു. ഇതിൻ്റെ മുന്നുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ സൗദിയിൽ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, എല്ലാ വീടുകളും ഏകദേശം ഒരേ കളറായിരിക്കും. പിന്നെ ഒട്ടുമിക്ക വീടുകളൊക്കെ ഏകദേശം ഒരേപോലത്തെ ഒരു പാറ്റേണൊക്കെ ആയിരിക്കും കേട്ടോ. വളരെ അപൂർവം മാത്രമാണ് ചിലപ്പോൾ ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. വീടിൻ്റെ ഒരു മതിൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ട് വലിയ മതിലുകളായിരിക്കും കേട്ടോ. കണ്ട ഓരോ വീടിൻ്റെ മതിൽ കണ്ട, ഈ മതിൽ കെട്ടാൻ തന്നെ നല്ല പൈസ വരും തോന്നുന്നുണ്ട് തേങ്ങ. കണ്ട മതിലിൻ്റെ ഒക്കെ വലിപ്പം നോക്ക്, ഒരു എങ്ങനെ പോയി 10 അടിയുടെ മേലൊക്കെ ഉണ്ടാവും മതിലൊക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പൾസർ 135 LS എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മുടെ കണ്ടിക്കാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഒരു സാധനം കണ്ടേക്കണം. ഇവിടെ വന്നിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്ത് ഫേസ് ലിഫ്റ്റ് ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് നാട്ടിലത്തെ പൾസറിൻ്റെ. ഇത് പുതിയ മോഡലാണോ? ഇനി പുതിയ മോഡലാണോ? മറ്റേ ടൈപ്പ് അല്ലേ? എന്തായാലും അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ വണ്ടിയെ പൾസർ കണ്ടിരിക്കുകയാണ് ഗൈസ്. പൾസർ ഫാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഒന്ന് പോണ വഴിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഏറെ തരംഗമായിരിക്കുന്ന നമ്മുടെ സുസുക്കിയുടെ ജിംനിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം തന്നെ കൊള്ളാം, അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ ഈ വണ്ടി കാണണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉള്ളിലത്തെ ഇൻറ്റീരിയറൊക്കെ ആയാലും സെറ്റപ്പ് സാധനമാണല്ലോ, കൊള്ളാം, അടിപൊളി സാധനം. കൊള്ളാം. ഹൈറ്റ് ഇത്തിരി കുറവുള്ള പോലെ. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5.5 അപ്പോൾ ഞാനും ഇത് ഏകദേശം ഒരു 1 തോന്നുന്നു ഹൈറ്റ്. 5.5 രാവിലെ നിന്നേ രാവിലെ കറക്റ്റ് 6 അടി ഉണ്ട് നോക്കി കണ്ടാ. വണ്ടി ഇത്തിരി ചെറുതാണ് കേട്ടോ, ഹൈറ്റ് കൊണ്ട് ഇത്തിരി ചെറുതാണ്. രാവിലെ കറക്റ്റ് 6 അടിയാണ്. ഇത് ഹൈറ്റ് ഇത്തിരി ഇനി ഉള്ളിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അനീഷേട്ട 5.9 ഉണ്ട്. അനീഷേട്ട ഹൈറ്റ് കൂടുതലാണ്. ഓക്കെ ഗായ്സ്, ജീപ്പ് ഗ്ലാഡിയേറ്ററിൻ്റെ അവിടെ ഫോട്ടോഷൂട്ട് നിൽക്കണം അനീഷേട്ട നിങ്ങൾ കാണുന്നത്. ഒരു വണ്ടി പോലും വിടില്ല. ഞാൻ ഏത് വണ്ടി പോയി എടുത്താലും ആ വണ്ടിയിൽ അവിടെ പോയി വന്ന് നിൽക്കും. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ജീപ്പ് ഗ്ലാഡിയേറ്ററിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ വണ്ടി നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കറണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ ഈ ജീപ്പ് ഗ്ലാഡിയേറ്റർ. ഒരു ലുക്ക് സാധനം കേട്ടോ. ഇതിൻ്റെ ടയർ നോക്ക്, എൻ്റെ ഏകദേശം ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കട്ടി ടയറൊക്കെ നിൽക്കണം. പുറമേക്കായിട്ട് ബൾജ് ചെയ്തിട്ട് സെറ്റപ്പ് ലുക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ആ റോട്ടിലൂടെ പോകണ മുതൽ എന്താണെന്ന് മനസ്സിലായ ഹമ്മർ H3 കേട്ടാ. സൗണ്ട് കാരണം നിങ്ങൾ പറയണത് കേൾക്കാൻ പറ്റുന്നോന്ന് അറിയില്ല. ഹമ്മർ H3 ആണ് പോയത്. പിന്നെ നമ്മൾ നടന്ന് ഇവിടെ പൂക്കളൊക്കെ ഉള്ള ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട് കണ്ട. ചുറ്റും 2 സൈഡും പൂക്കൾ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാൽനടക്കാർക്കുള്ളതാണ് കേട്ടോ. പിന്നെ ആ ഹമ്മർ പോയണ്ടെന്നാണ് തോന്നുന്നു. ആ നിൽക്കണ കാറില്ല, ആ കാർ കറക്റ്റായിട്ട് ഇങ്ങനെ ബസ്റ്റർ അടിക്കുന്നുണ്ട് കേട്ടോ. ആ ഹമ്മറിൻ്റെ സൗണ്ട് കൊണ്ടാന്ന് തോന്നുന്നുണ്ട്.
വീടുകൾ ശ്രദ്ധിച്ചാൽ ഗൈസ്, അതായത് നമ്മൾ നോർമൽ വീടുകളൊക്കെ കാണുന്ന സമയത്ത് അല്ല ഒരു ഏകദേശം ഒരു മണ്ണിൻ്റെ കളറൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഇത്തിരി ഒരു റിച്ച് ഏരിയ എന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടുത്തെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ വീടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആയാലും ഏകദേശം ഡിഫറൻസ് ആണ്. പക്ഷേ സെയിം പാറ്റേൺ ആയിരിക്കും കേട്ടോ. എല്ലാം തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ പണിതിട്ടിരിക്കാണ് കേട്ടോ. കണ്ടാ ഈ കാണുന്ന പോലെയാണ്. സൗദിയിലത്തെ ഫയർ എഞ്ചിനാണ് കേട്ടോ ഈ പോണേ. സൗദിയിലത്തെ ഫയർ എഞ്ചിൻ്റെ വിളിക്കാനുള്ള നമ്പറാണ് 911. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ട് അതുപോലെ വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയ എത്തിയിട്ടില്ല, ഇപ്പോഴും ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. നമ്മൾ പോണ വഴിക്ക് ചെറിയൊരു പാർക്ക് കണ്ടു. അപ്പോൾ ആ പാർക്കിൽ കയറിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അവിടെ അനീഷായിട്ട് ഇരിക്കുന്നുണ്ട്, എല്ലാവരും വയ്യണ്ടായി. പിന്നെ ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ ഒന്ന് വിട്ടു തുടങ്ങി. പിന്നെ നമ്മുടെ രാഹുൽ ഇരിക്കുന്നുണ്ട്. ഗായ്സ്, ഈ കിടക്കണ സംഭവം എന്താണെന്ന് മനസ്സിലായത്? നമ്മുടെ പഴയ മോഡൽ ഡിഫൻഡർ കിട്ടാം, നമ്മുടെ വിൻറ്റേജ് സാധനം. ഇതിൻ്റെ ലുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ആട്ടോ ഈ വീഡിയോ ഇറക്കണേ. അപ്പോൾ ഈ ഡിഫൻഡർ ഫാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അടിപൊളി ലുക്ക് സാധനമല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി ജെറിയറിൽ എത്തിക്കാണ് കേട്ടോ. ജെറിയറിൻ്റെ ഉള്ളിലെത്തിയിട്ടില്ല, ഫ്രണ്ടിലാണ് നമ്മൾ എത്തിക്കണേ. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് പോകണം. അങ്ങനെ നമ്മളിപ്പോൾ ജെറിയറിൻ്റെ ഉള്ളിലാണ് കേട്ടോ നിൽക്കണേ. ഇവിടെ നമ്മൾ അനീഷൻ്റെ ഫോണായിട്ടുള്ള S23 അൾട്രയുടെ സ്ക്രീൻ ഗാർഡ് അതുപോലെ ക്യാമറയ്ക്ക് ഉള്ള ആ ഒരു പ്രൊട്ടക്ഷൻ പോലത്തെ സാധനമില്ലേ, അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ അവരുടെ വെയർ ഹൗസിലാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒട്ടിക്കുമ്പോൾ ഉള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്താണ് അവിടെ കൊണ്ടുപോകാട്ടാ, അതുണി കളയണ്ട, നമുക്ക് കൊണ്ടുപോകാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ജെറിയറിൽ വന്ന ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ S23 അൾട്രയമേ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു, അതുപോലെ ക്യാമറമുള്ള ആ ഒരു പ്രൊട്ടക്ഷനില്ലേ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു പൗച്ച് വാങ്ങി. ആ ക്യാമറമുള്ള ആ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ള പൗച്ച് അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സെപ്പറേറ്റ് വേറൊരു പൗച്ച് വാങ്ങി. മൊത്തം എല്ലാം കൂടി എത്രയാണ് ചേട്ടാ? 158 റിയാൽ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ ഇന്ത്യൻ മണിയിലേക്ക്. മൊത്തം 158 റിയാൽ വന്നു. ഒട്ടിച്ചതിനെ സെപ്പറേറ്റ് ഒരു 35 റിയാൽ അത് വേറെ വന്നു. നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജെറിയർ പോലുള്ള സ്ഥലത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ഗാർഡ് ആയാലും നമ്മൾ എന്ത് വാങ്ങുകയാണെങ്കിലും അത് നമ്മൾ ഒട്ടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 35 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഒട്ടിച്ച് തരും. അത് എനിക്ക് അത്ര അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് ഫോളോ ചെയ്യുക.